നമ്മളെല്ലാവരും ഒരു വാർത്ത വായിച്ചു കാണും. സംസ്ഥാന സർക്കാർ സംസ്ഥാനത്തെ 7ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായി ഡോക്ടർ കെ.എൻ. ഹരിലാലിനെ നിയമിച്ചിരിക്കുന്നു. മന്ത്രിസഭാ യോഗമാണ് കെ.എൻ. ഹരിലാലിനെ ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിച്ചിരിക്കുന്നത്. അദ്ദേഹം സംസ്ഥാന ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിൻ്റെ മൂത്ത സഹോദരനാണ്. കെ.എൻ. ബാലഗോപാലിൻ്റെ മൂത്ത സഹോദരനായതുകൊണ്ട്, മന്ത്രിയുടെ സഹോദരനായതുകൊണ്ട് അദ്ദേഹത്തിന് യാതൊരു അയോഗ്യതയും ധനകാര്യ കമ്മീഷൻ ചെയർമാനാവുന്നതിന് യാതൊരു അയോഗ്യതയുമില്ല. പക്ഷേ അങ്ങനെയൊരു നിയമനത്തിൻ്റെ ധാർമ്മികത ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നത് സംസ്ഥാനത്തെ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളുടെ, കോർപ്പറേഷനുകളുടെയും പഞ്ചായത്തുകളുടെയും ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും ജില്ലാ പഞ്ചായത്തുകളുടെയും ഒക്കെ അവർക്ക് നൽകേണ്ട ധനസഹായത്തെക്കുറിച്ചും എത്രയൊക്കെ പഞ്ചായത്തുകൾക്ക് പണം നൽകണം, അവയുടെ സാമ്പത്തിക ക്രമത്തെക്കുറിച്ചൊക്കെയുള്ള വിശദമായ ചർച്ചകൾ നടത്തുകയും അതിന് നിർദ്ദേശം നൽകുകയും ചെയ്യുകയാണ് സാധാരണഗതിയിൽ ധനകാര്യ കമ്മീഷൻ ചെയ്യുന്നത്. അവർക്ക് ചെയ്യാനുള്ള ടേംസ് ഓഫ് റെഫറൻസിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കും. ഇതിനകത്തുള്ള ഉത്തരവിൽ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പഞ്ചായത്തുകൾക്കുള്ള ധനസഹായത്തെക്കുറിച്ച്, അവരുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച്, അവയുടെ പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ട നയരൂപീകരണത്തെക്കുറിച്ചൊക്കെ, അതുപോലെ പഞ്ചായത്തുകളെ സാമ്പത്തികമായി ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചൊക്കെയുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനാണ് ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നമ്മൾ ഉഴലുന്ന സമയത്താണ് ഇപ്പോൾ പുതിയ ധനകാര്യ കമ്മീഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ പഞ്ചായത്തുകൾക്ക് എത്രമാത്രം സാമ്പത്തികമായി പഞ്ചായത്തുകളെ സഹായിക്കാൻ കഴിയും, അതിൽ ആവശ്യമായത് എത്രയുണ്ട്, അനാവശ്യമായത് എത്രയുണ്ട് എന്നൊക്കെയുള്ള ചർച്ചകൾ വളരെ ഉയർന്നു വരുന്നൊരു സന്ദർഭമാണ് ഇപ്പോൾ. അപ്പോൾ ഈ സമയത്ത് നേരത്തെ നമുക്കറിയാം എസ്.എം. വിജയാനന്ദായിരുന്നു ധനകാര്യ കമ്മീഷൻ ചെയർമാനായിരുന്നത്. അതിനുശേഷം UDF എന്ന സമയത്ത് ഡോക്ടർ B.A. പ്രകാശ് ധനകാര്യ കമ്മീഷൻ ചെയർമാനായിട്ടുണ്ട്. ഇപ്പോൾ 7ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനായിട്ട് മന്ത്രിയുടെ സഹോദരനെ നിയമിക്കുകയാണ്. കേരളത്തിൽ അദ്ദേഹം സാമ്പത്തിക വിദഗ്ധനല്ല എന്ന് ആരും പറയുന്നില്ല. അദ്ദേഹം നേരത്തെ LDF ഭരിക്കുന്ന സമയത്ത് പ്ലാനിംഗ് ബോർഡ് അംഗമായിരുന്നു. പക്ഷേ കേരളത്തിൽ അനേകം സാമ്പത്തിക വിദഗ്ധരുണ്ട്. ഒരുപക്ഷെ അനൗപചാരികമായി മന്ത്രിക്ക് സഹോദരനുമായി ചർച്ച നടത്താം. പക്ഷേ ഒരു ധനകാര്യ മന്ത്രി നിലവിലിരിക്കെ, ഒരു കെ.എൻ. ബാലഗോപാൽ ധനകാര്യ മന്ത്രിയായിരിക്കെ അദ്ദേഹത്തിൻ്റെ സഹോദരനെ തന്നെ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാനാക്കുന്നതിലുള്ളൊരു അധാർമികതയുണ്ട്. ആ അധാർമികത നമുക്ക് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ വയ്യ.